എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തൊണ്ടയെടുപ്പ് ആരും ഒന്ന് കാര്യമാക്കാതിരിക്കണേ. അപ്പോൾ ഈ തേങ്ങയും നന്നാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഒക്കെ കണ്ടിട്ട് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളിന്നൊരു സ്പെഷ്യൽ കീടിലമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, അപ്പോൾ ആദ്യം നമുക്ക് തിരുകി വെച്ചിരിക്കുന്ന തേങ്ങയും മല്ലിയും മുളകും എല്ലാം നല്ലൊരു ഇരുമ്പ് ചീനിച്ചട്ടിയിലൊന്ന് നല്ല ചുമ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു പേഷ്യൻസ് വേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ, ഈ വറുത്തെടുക്കൽ എന്ന് പറയുന്നത്. എന്നാലും നമ്മളൊരു ഡെലീഷ്യസ് സാധനമൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ചൊരു പേഷ്യൻ്റായിട്ടൊക്കെ നമ്മൾ ഇരിക്കുമല്ലോ, കഴിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ. അപ്പോൾ നമ്മളങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചുമയെ വറുത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്കയോ കോവയ്ക്കയോ പാവയ്ക്കോ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാവുന്നതാണ്. എൻ്റെ ഇപ്പം സൺഡേ ആയതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ല, ഇനിയിപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും ഇല്ല. പച്ചമുളകും കരിവേപ്പിലയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും നന്നായിട്ടങ്ങ് ട്രാൻസ്പാരൻ്റ് ആവുന്നിടം വരെ അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല മണമുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഇതിലെ കൂട്ടത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളിവെള്ളം കൂടെ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തുണ്ടാക്കാനാണ് ഉള്ള പുറപ്പാടാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പുളിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഉള്ളിത്തീയൽ ഉണ്ടാക്കാനുള്ള ഒരു ഒരുക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി ആ പുളിവെള്ളം എല്ലാം നന്നായിട്ട് ഈ ഉള്ളിയിലോട്ട് അങ്ങോട്ട് പിടിക്കട്ടെ. എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ളമായിട്ടുള്ള തീയലായിട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് കട്ടിയായിട്ട് തീയലുണ്ടാക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ എത്ര കട്ടിയായിട്ട് തീയലുണ്ടാക്കണം എന്ന് വിചാരിച്ചാലും ഉണ്ടാക്കി വരുമ്പോഴത്തേനും വെള്ളമാവും. കാരണം പുളിവെള്ളവും അരപ്പും എല്ലാം ചേർന്ന് കഴിയുമ്പോഴത്തേനും എപ്പോഴും വെള്ളം ആവാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കത് ഒരു കുറച്ച് കട്ടിയായിട്ട് ഉണ്ടാക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനം കുറച്ച് വെള്ളത്തിലങ്ങ് വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല കട്ടിയായിട്ടൊരു തീയൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറച്ച് വറ്റട്ടെ. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കത് അടുപ്പത്തിടാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു തീയൽ നമുക്കൊന്ന് കടുക് വറുത്തേക്കാം. എണ്ണയും കടുകും ഉലുവയും ചുവന്ന മുളകും കരിവേപ്പിലൊക്കെ ഇട്ട് കടുക് വറുത്ത് നമ്മുടെ രസ്യം തീയൽ റെഡി.